ഹലോ. അപ്പോൾ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നതാ എല്ലാ ദിവസവും നമ്മൾ റെസിപ്പി വീഡിയോസ് എല്ലാം ഇടുന്നത്. അപ്പോൾ ഇന്ന് വിചാരിച്ചൊരു ചെറിയ വ്ളോഗ് എടുക്കാമെന്ന് കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ തന്നെ ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കിയതാട്ടോ. അപ്പോൾ വണ്ടീൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു തുണി ഇട്ടിക്കില്ലാച്ചെങ്കിൽ നമ്മളെ പൂച്ചക്കൂട്ടന്മാർ സീറ്റ് ഉണ്ടല്ലോ അതൊന്ന് കൈകൊണ്ട് നല്ലോണം ഒന്ന് കീറിക്കളയും. അതുകൊണ്ട് നമുക്ക് എപ്പോഴും വണ്ടീൻ്റെ മുകളിൽ എന്തെങ്കിലും ഇടണം കേട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഒന്ന് സപ്പോർട്ടും ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റും കൂടി അയക്കാൻ മറക്കരുതേ. അപ്പോൾ ഇതട്ടോ നമുക്കൊന്ന് പാർക്കിങ് ക്ലീൻ ആക്കണം. ഭയങ്കര ഇതാട്ടോ ഇവിടെ, എന്താ പറയുക, കാറ്റാണ്. അപ്പോൾ കാറ്റിന് പുറത്തുനിന്നുള്ള എല്ലാ പേപ്പറെല്ലാം നമ്മളെ പാർക്കിങ്ങിക്ക് ഇങ്ങ് പറന്നിങ്ങ് വരും കേട്ടോ. അപ്പോൾ പാർക്കിങ്ങിൽ കുറേ പേപ്പറുണ്ട്, അപ്പോൾ പൊടികളെല്ലാം ഉണ്ട്. അപ്പോൾ ഒന്ന് അടിച്ചു വാരട്ടെ. അടിച്ചു വാർന്നിട്ട് ഇനി നമുക്ക് പോയിട്ട് രാവിലെ നാസ്ത ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് മുത്താരി വരകാന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതാ കുറച്ച് തൈര് ഞാൻ ഇന്നലെ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് അതിൻ്റെ കുപ്പിക്കൊന്ന് ഒഴിച്ച് വെക്കട്ടെ. അപ്പോൾ ഇതിലാണ് ഞാൻ തൈരെല്ലാം ഒഴിച്ച് വെക്കുന്ന ബോട്ടൽ കേട്ടോ. അപ്പോൾ ഇതിലാവുമ്പോൾ നമുക്കിനി പിന്നെ ഇതിൽ നിന്ന് അങ്ങ് എടുത്താൽ മതിയല്ലോ. അപ്പോൾ അതുപോലെ ഒരു ബോട്ടലിൽ ആക്കി വെച്ചാൽ കേട് വരില്ല കേട്ടോ. അപ്പോൾ ഇത് ഇനി നമുക്ക് നാസ്ത ഉണ്ടാക്കണം. അപ്പോൾ ഇതെല്ലാം സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ചോളത്തിന് ഭയങ്കര വില കുറവാട്ടോ. അപ്പോൾ ഒരുപാട് ചോളം വാങ്ങി വെക്കുന്നുണ്ട്. ഇങ്ങനെ എന്താ പറയുക, നല്ല പുഴുങ്ങിയിട്ട് ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഇതാ നമുക്കിനി വേണ്ടിയത് പിന്നെ മുത്താരി ഉണ്ടാക്കാൻ തുടങ്ങണം. അപ്പോൾ പാല് ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പാലിൽ ഒരുപാട് പാടയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് വേണി എടുക്കും, ഇതെല്ലാം എടുത്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. എന്നിട്ട് പിന്നെ നമുക്ക് നെയ്യ് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഇതാ മുത്താരിയും കൂടി എടുത്തിട്ടുണ്ട്. നല്ലോണം കഴുകി കൊണ്ടുവരണം. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാം കേട്ടോ. അടിച്ചിട്ട് വേണം എന്നിട്ട് നമുക്ക് അന്ന് നന്നായി പിഴിഞ്ഞിട്ട് അതിൻ്റെ പാലെടുക്കണമല്ലോ. അപ്പോൾ ഇതിൽ പഞ്ചസാര ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ ഞാൻ. പിന്നെ പഞ്ചസാരനെക്കാട്ടും നല്ലത് ശർക്കരയാണ്. അപ്പോൾ ഞാൻ പഞ്ചസാര എല്ലാം ഇടലും കഴിക്കലും കുറവാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ശർക്കര ഇട്ടിട്ടൊന്ന് വിറകിയെടുക്കാമെന്ന് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ ഇതാ പാലെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇതടിച്ചാൽ നല്ലവണ്ണം പാലിങ്ങ് കിട്ടും കേട്ടോ. പിന്നെ നല്ലോണം അരിച്ചെടുത്ത് അതിൻ്റെ പാല് തേച്ചങ്ങ് പോരും. അപ്പോൾ പാലെടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു മൊത്തം പാലൊന്ന് ചൂടാക്കി വയ്ക്കും വേണം. പിന്നെ നമുക്ക് മുത്താരിൽ ഒഴിക്കാനും വേണം കേട്ടോ. ഞാൻ തേങ്ങാപ്പാലല്ല, സാധാ പാൽ തന്നെയാണ് ഞാനിതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാ അതിലേക്ക് പാലും കൂടി നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഉപ്പിട്ട് കൊടുക്കണം. എന്നിട്ട് പിന്നെ കുറച്ച് ശർക്കര കത്തി കൊണ്ടൊന്ന് ചിരകി എടുത്തതാട്ടോ. അങ്ങനെ ഞാൻ ഇട്ട് കൊടുക്കൽ. അപ്പോൾ അതും കൂടി ശർക്കരയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം. പിന്നെ എന്നിട്ട് നമുക്ക് ഇനി വേണ്ടിയത് ചെറിയ ഉള്ളിയാണ്. ആ ചെറിയ ഉള്ളിയും കൂടി ഇട്ടാലാണ് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പിന്നെ നല്ലോണം വിരകിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ് രാവിലത്തെ. അപ്പോൾ ഇതട്ടോ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ വിചാരിച്ച് കുറച്ച് എനിക്ക് ചായക്ക് കുറച്ച് പാലെടുത്തിട്ട് കുറച്ച് ചായ വെക്കാം. ഞാൻ മാത്രം കേട്ടോ ചായ കുടിക്കുള്ളൂ ഇവിടെ. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് പാലെടുത്തിട്ട് വെക്കാൻ പോവുകയാണ് ചായക്ക്.
അപ്പോൾ ഇങ്ങനെ എനിക്ക് നല്ലോണം അടിച്ച ചായ കുടിക്കണം കേട്ടോ, എന്നാലാണ് എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടം ചായനോട്. അപ്പോൾ ഇതാ ചായയും കൂടെ എടുത്ത് ഞാൻ അതിന് കുറച്ച് മുത്താരി വരകി കൂടി എടുത്ത് ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് ഞാൻ മീഷോയിൽ ഞാൻ ഓർഡർ ചെയ്ത് 2 സാധനങ്ങൾ വന്നെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ടോണറും പ്രൈമറാണ് കേട്ടോ. അപ്പോൾ 2 സാധനമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ അതെല്ലാം ഓപ്പൺ ചെയ്ത് കൊണ്ടുവച്ച് ഞാൻ എന്നിട്ട് ഇതാ നമുക്ക് തിരുമ്പാനുള്ള തുണി അങ്ങ് മുകളിലാണുള്ളത് കേട്ടോ. അപ്പോൾ അതെല്ലാം അതിൽ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് മുകളിൽ പോകുന്ന കേട്ടോ. തുണി എടുത്ത് താഴെ മെഷീനിൽ കൊണ്ടുവന്നിടാൻ വേണ്ടിയിട്ട് മുകളിലാണ് തുണിയുള്ളത്. അപ്പം എല്ലാം വാരിക്കൂട്ടി ആ ബക്കറ്റിലിട്ടിട്ട് പിന്നെ നമുക്ക് തിരിച്ച് താഴെ തന്നെ വന്നിട്ട് പിന്നെ മെഷീനിലിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് ലിക്വിഡാട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഞാൻ തീരെ സോപ്പും പൊടി ഉപയോഗിക്കാറില്ല കേട്ടോ. നമ്മളെ വാഷിംഗ് മെഷീനിൽ ഇത് ഉപയോഗിക്കുമ്പോഴാണ് വല്ലാത്തൊരു എന്താ പറയുക ഒരു സ്മെല്ലും അതുപോലെ തന്നെ നല്ല തുണി വൃത്തിയായിട്ടുള്ള ഒരു ഇതും എല്ലാം ഫീലിങ്ങും എല്ലാം ഉണ്ടാവും കേട്ടോ. അപ്പോൾ പിന്നെ മെഷീനും കൂടി ഒന്ന് ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ള തുണിയാട്ടോ തിരുമ്പാൻ. തുണിയല്ല, ഷർട്ടാണ്. അതൊന്നും ഞാൻ മെഷീനിൽ ഇടുന്നില്ല. ഞാൻ പുറത്ത് കൊണ്ടുപോയിട്ട് പിന്നെ അപ്പോൾ പുറത്തുനിന്നാണ് ഞാൻ കഴുകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് സോപ്പും പൊടിയിൽ ഇട്ട് വെക്കണം കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് തിരുമ്പാന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ പിന്നെ ഒന്ന് സോപ്പും പൊടി കിടന്നാൽ തുണി നല്ല വൃത്തിയായി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് കഴിഞ്ഞിട്ട് തിരുമ്പി എടുക്കാം. ഏതായാലും വെള്ളത്തിൽ നമുക്ക് ഇട്ട് വെക്കാമെന്ന് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ തുണി പിന്നെ എല്ലാം റെഡി ആയിട്ടുണ്ട് തിരുമ്പിയിട്ട്. അപ്പോൾ ഒന്ന് ടെറസിൻ്റെ മുകളിൽ ആറിയിടണം. അപ്പോൾ അങ്ങ് വന്നതാട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ആറിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഷർട്ടും കൂടി ഒന്ന് തിരുമ്പി ഇട്ടിട്ട് നമുക്ക് ഇവിടെ ഒന്ന് ആറിയിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ താഴെ തന്നെ ഞാൻ ആറിയിട്ട് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇതെല്ലാം കഴിയുമ്പോഴത്തേനും ഉച്ചയായിട്ടുണ്ട്. അപ്പോൾ ഇനി ചോറിനൊന്ന് പരിപാടി കേട്ടോ. അപ്പോൾ ചോറ് എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ചിക്കൻ കുറുമ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി എടുത്തിട്ട് ചോറ് വയ്ക്കട്ടെ. എന്നിട്ട് കുറച്ചും കൂടി ഇനി മുകളിലൊന്ന് തുടക്കാനുണ്ട്. അതെല്ലാം ഒന്ന് ചോറൊന്ന് കുറച്ച് റെസ്റ്റ് ചെയ്തിട്ട് ശേഷം മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ കറിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ചിക്കൻ കുറുമേൻ്റെ റെസിപ്പി ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണാം. അപ്പോൾ അഭിപ്രായങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ ചോറെല്ലാം കഴിഞ്ഞ് ഒരു വൈകുന്നേരമായി. ഞാനൊന്ന് പാർക്കിങ്ങിലേക്ക് ഇറങ്ങിയതാട്ടോ. എന്താ വെച്ചാൽ ഒന്ന് പാർക്കിങ് കഴുകാമെന്ന് വിചാരിച്ചു. എന്താണെന്ന് വെച്ചാൽ പിന്നാലെ പൊടിയുണ്ട്. അപ്പോൾ പൈപ്പെല്ലാം എടുക്കണം നമുക്ക് ഇവിടുന്ന്. നാട്ട് വേണം അങ്ങ് കൊണ്ടുപോകാൻ. അപ്പോൾ ഇതട്ടോ വൈകുന്നേരത്തെ നേരമായ കാരണം ഒരുപാട് പച്ചക്കറി കൊണ്ടുവന്ന ആൾക്കാരെല്ലാം റോഡിലൂടെ പോകുന്നുണ്ട് കേട്ടോ. അവർ ഇങ്ങനെ വിളിച്ചു പറയുന്നതാണ് പച്ചക്കറി എല്ലാം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ അച്ഛൻ കേട്ടോ ഈ കേൾക്കുന്നത് വീഡിയോയിൽ. അപ്പോൾ പാർക്കിങ്ങൊക്കെ കഴുകി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ടേബിളുമ്മ കുറച്ച് ബുക്കും പെന്നും അതുപോലെ തന്നെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം ഒന്ന് അതിൻ്റെ ശരിയായ സ്ഥലത്തേക്ക് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ടേബിൾ തുടച്ചിടുക കേട്ടോ. ടേബിൾ തുടച്ചിട്ടതാണ്, പക്ഷെ ഒന്നും കൂടി ഒന്ന് ക്ലീനാക്കി ഇടാണ്. പിന്നെ നമുക്ക് ഇനി ഹോളിൽ പോയിട്ട് ഒന്ന് ലൈറ്റ് ഇട്ട് കൊടുക്കണം. പിന്നെ പുറത്തെ ലൈറ്റും ഒക്കെ ഇടണം. പിന്നെ സമയമായി, വൈകുന്നേരത്തെ സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം കഴിഞ്ഞിട്ടൊന്ന് മുകളിൽ പോയി നോക്കണം. അതുപോലെ തന്നെ ഞാൻ മെഷീനിൽ അതിൻ്റെ ഒരു വലിയൊരു പുതപ്പുണ്ടായിരുന്നു കേട്ടോ. അതും കൂടി തിരുമ്പാട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുകളിൽ പോവല്ലേ, അപ്പോൾ ഇതും കൂടി അങ്ങ് മുകളിൽ കൊണ്ടുപോയിട്ട് ആറിയിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതും കൂടി എടുത്തിട്ട് ഇനി മുകളിൽ പോട്ടെ കേട്ടോ. അപ്പോൾ വാതിലൊക്കെ ഞാൻ എല്ലാ ടെറസിൻ്റെ വാതിലും ബാൽക്കണിയുടെ വാതിലൊക്കെ അടച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടെറസിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഉച്ചക്ക് ഇട്ട തുണിയൊക്കെ നല്ലോണം ഉണങ്ങിക്കെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പുതപ്പും കൂടി ഇട്ട് കുറച്ച് നേരം ഒന്ന് നല്ല കാഴ്ചകൾ കാണാൻ അവിടെ നിന്നിട്ടോ. നല്ല രസമാണ് ഇവിടെ രാത്രി. അപ്പോൾ നമ്മളെ വീഡിയോസ് ഇവിടെ ഞാൻ സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവരും കാത്തിരിക്കുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ എല്ലാവരും എന്താ ചെയ്യേണ്ടത്, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ടും കൂടി ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ കമൻറ്റും കൂടി അയക്കുക, അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു വീഡിയോ ഇട്ട് നമുക്കിനി തിരിച്ചു വരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.